അയ്യപ്പേട്ട, ഇന്ന് എം വി ജയരാജൻ സഖാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ദൈവം എന്നൊന്ന് ഉണ്ടെങ്കിൽ അത് സി പി എം ആണ്. അപ്പോൾ അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് കൂട്ടുപിടിച്ചത് ശ്രീനാരായണ ഗുരുവിനെയാണ്. ഗുരുവിൻ്റെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് അന്നത്തിനും വസ്ത്രത്തിനുമായി പൊരുതുന്നത് എന്ന്. ഇത് പറയുന്നത് പി ജയരാജനെ ദൈവമായി വാഴ്ത്തുന്ന ഫ്ലെക്സ് ബോർഡുകളെ തള്ളുന്ന നിലപാട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ ഗുരുവിനെയും മറ്റ് ആചാര്യന്മാരെയും ഒക്കെ കൂട്ടുപിടിച്ചു പോയാൽ ഈ സി പി എം ഇത് എവിടെ ചെന്ന് നിൽക്കും? അതായത് ഇത് ഗുരുദേവന്റെ ദൈവദശകം എന്ന് പറയുന്ന ഒരു കവിതയാണ്, അതിലുള്ള ഒരു ശകലമാണിത്. അപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത്, ഇതിനെയാണ് അസൂയ, കുശുമ്പ്, കുന്നായ്മത്തരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എം വി ജയരാജൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് പി ജയരാജനേക്കാളും എത്രയോ പിറകിൽ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് അന്നവസ്ത്രാദി മുട്ടാതെ ഈ പറയുന്ന ലോകത്തെ പിടിച്ചു നിർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെ? ശരി, ആവട്ടെ. അദ്ദേഹത്തിന്റെ ധാരണ, അദ്ദേഹം പണ്ട് ജഡ്ജിനെ ശുംഭൻ എന്ന് വിളിച്ച ജയരാജൻ ഈ പറയുന്നത് എന്ത് വങ്കത്തരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ കാരണം എന്നാല് ഇന്ന് ഈ ലോകത്ത് എത്ര കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട്? ഏതാണ്ട് കണക്കനുസരിച്ച് ഒരു 54 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഈ ലോകത്തുണ്ടായിരുന്നു. ഇന്നിപ്പോ വെറും 4 രാജ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ളത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ മേന്മയെക്കുറിച്ച് ജയരാജൻ പറയുമ്പോൾ അദ്ദേഹം ഏത് വിഡ്ഢി സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇവിടുത്തെ ഈ സാധാരണക്കാർ ചോദിക്കും. ഇപ്പം കണ്ണൂര് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി CPM മാറി എന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ജനത്തിന് ചോദിക്കാനുള്ളത്. കണ്ണൂർ വിട്ടാൽ ബാക്കി ഉള്ളിടങ്ങളിലൊക്കെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നുള്ള ആൾക്കാരുടെ സീറ്റും കൂടെ വാങ്ങിയിട്ടാണ് ഇവർ ഭരണത്തിയിരിക്കുന്നത്. അത് ഇവർ ആലോചിക്കണം. മാത്രമല്ല ദേശീയ തലത്തിൽ അവര് ഇന്ത്യ മുന്നണിയിലാണ്, അല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അല്ല, അതാണ് പറഞ്ഞത്. അവർക്ക് സ്വന്തമായി, അതായത് ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോകാൻ പോകുന്നു. അവരുടെ തന്നെ നേതാക്കൾ പറയുന്നു, വല്ല ഈച്ചയോ മരപ്പട്ടിയോ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ പാർട്ടി ചിഹ്നമാക്കേണ്ടി വരുന്ന അവരുടെ തന്നെ നേതാക്കൾ AK ബാലൻ തുടങ്ങി MM മണി തുടങ്ങിയുള്ളവർ പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന പോലെ ഇതിലിപ്പോ പി ജയരാജൻ എന്ന നേതാവിന്റെ ഫ്ലെക്സ് വെച്ചപ്പോഴാണ് ഇത്രയും ഈ പറയുന്ന എം വി ജയരാജൻ ഗുരുദേവന്റെ കവിതയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ദൈവമാണ് അവർക്ക് CPM എന്ന് പറഞ്ഞത്. ശരിയാണ്, കണ്ണൂരുകാരുടെ അന്നവസ്ത്രാദി മുട്ടാതെ കൊണ്ടുപോകുന്നത് പിന്നെ CPM തന്നെയാണ്. അതിന്റെ കാരണം കാലാകാലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ മറ്റു തെക്കുന്നോ ഈ പറയുന്ന കണ്ണൂരിന് ഇപ്പുറമുള്ള സ്ഥലങ്ങളിൽ നിന്നോ പാർട്ടി വിശ്വാസികളോ സാധാരണക്കാരോ ഉള്ള വോട്ടിൽ ഭരണത്തിൽ കയറുമ്പോൾ കണ്ണൂരുകാർ തന്നെയാണ് ഈ ഭരണത്തെ ഏറ്റവും കൂടുതൽ മുച്ചൂടും മുടിച്ച് ഭരണത്തിൽ ഇല്ലാതാക്കി ഈ നാട് കുട്ടിച്ചോറാക്കുന്നത് ഈ പറയുന്ന കണ്ണൂർ ദേശത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ദേശത്തെ പറയുകയാണ് എന്ന് ധരിക്കരുത്. കാര്യം ഇതിനെ നമ്മളിപ്പോ കണ്ണൂർ ദേശത്തെ എല്ലാവരെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല, അതാണ് ഞാൻ ആലോചിച്ചത്. കാരണം കണ്ണൂരുകാരെ എല്ലാം ഇങ്ങനെ തന്നെ, എല്ലാം വങ്കന്മാരും അല്ല, അങ്ങനെ തീരെ വിശ്വാസമില്ലാത്ത ആളുകളോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും എം വി ജയരാജൻ പറയാൻ ആളല്ല. കാര്യം പി ജയരാജന്റെ ഒരു ഫ്ലെക്സ് വന്നപ്പോൾ പി ജയരാജനെ പാർട്ടിയിൽ അവർ ഉദ്ദേശിച്ചത്, പി ജയരാജൻ ജനകീയനായ ഒരു നേതാവാണ്. പി ജയരാജന്റെ മകൻ ഇന്നും ജീവിക്കുന്ന സാധാരണ രീതിയിലാണ്. അങ്ങനെ സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് അവിടെ കുറച്ച് ആൾക്കാർക്ക് ആരാധനയുണ്ട്. അവിടെ കണ്ണൂരിൽ എന്തൊക്കെ പറഞ്ഞാലും പി എന്ന് പറയുന്നത്, PJ എന്ന് പറയുന്നത് വികാരം തന്നെയാണ്. ആ വികാരത്തെ അട്ടിമറിക്കാനായിട്ട്, അതായത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ, അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവത്തെ, അദ്ദേഹം വളർന്നു വരുന്നതിനെ തടയിടാനായിട്ട് പിണറായി സഖ്യത്തിന് കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വികാരം, അദ്ദേഹം എന്ന വികാരത്തെ ഇല്ലാതെയാക്കാൻ, ജനങ്ങളുടെ മനസ്സിൽ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഒരു എം വി ജയരാജൻ വിചാരിച്ചാലും അപ്പൊ നമുക്ക് ഇത്രയും ചോദിക്കാനുണ്ടോ? ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയും, ദൈവം എന്നുണ്ടെങ്കിൽ CPM എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റർ വന്നപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ നാം ഏതാണ്ട് 2 മാസത്തിന് മുമ്പ് കണ്ടിരുന്നു ഇദ്ദേഹത്തിനെ കാരണഭൂതനെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ കാരണഭൂതനെന്നും പിന്നെ വേറെ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞു പുകഴ്ത്തുമ്പോൾ അതിനുശേഷം ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ മീറ്റിംഗ് കൂടിയല്ലോ AK സെന്ററിൽ. എന്തേ ജയരാജൻ അന്ന് എവിടെ പോയിരുന്നു? നമുക്ക് ഇത്രയും ചോദിക്കാനുള്ളൂ. അന്ന് എം വി ജയരാജന്റെ വായിൽ എന്തായിരുന്നു? അന്ന് ചേട്ടാ അന്ന് പുള്ളിക്ക് വാട്ടർ സപ്ലൈ വരും, ചേട്ടൻ പറഞ്ഞ പോലെ വാട്ടർ സപ്ലൈ. ഇവർക്ക് മുട്ടടിക്കും.
വിശ്വസിക്കുമോ? പിണറായി വിജയൻ എന്ന നേതാവിനെ വാനോളം പൊക്കും. പണ്ട് VS-നെ പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്നവരെല്ലാം പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് എന്താ അന്ന് ഈ പറയുന്ന ഈ സംഭവം നടന്നിട്ട് വെറും മാസങ്ങളല്ലേ ഉള്ളൂ. നിങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചോ കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ വ്യക്തിപൂജ എന്ന് പറയുന്നത്? അപ്പോൾ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടി നേതാവിനെ ഇവരടങ്ങുന്ന ഉപജാപ സംഘം തന്നെയാണ് ഒരു വേള കൊലയ്ക്കും കൊള്ളിക്കും ഒക്കെ ഉപയോഗിച്ചത്. എന്നിട്ട് ആ കാരണം പറഞ്ഞ് ഇപ്പോൾ ഇവരെല്ലാം മാറി നിന്ന് മാന്യന്മാരെ ചമയുമ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടും അർഹതയുണ്ടെന്ന് ആ കണ്ണൂരുകാരായിട്ടുള്ള സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ CC-യിലാക്കിയില്ല? ഈ പറയുന്ന MV ജയരാജൻ അദ്ദേഹത്തെക്കാളും പാർട്ടിയിൽ എത്രയോ പിറകിൽ നിൽക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തെ അവസാനം രക്ഷപ്പെടാനായിട്ട് പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് അതായത് വ്യക്തികൾ പ്രധാനപ്പെട്ടതല്ല എന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമെന്ന് പറയുകയും ഏത് നേതാവായാലും അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടത്. അതെ, അദ്ദേഹം പി ജയരാജൻ എന്ന നേതാവ് പാർട്ടിക്ക് എന്ത് സംഭാവന നൽകി എന്നുള്ളത് അവിടുത്തുകാർക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഏറ്റവും അവസാനം അദ്ദേഹത്തിനകത്ത് ചേർക്കേണ്ടി വന്നത് അതുകൊണ്ടതാണ്. പിന്നെ വ്യക്തികൾ പ്രധാനമല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്ന വ്യക്തിപൂജയില്ലേ, ആ വ്യക്തിപൂജയെ കൂടി പറയേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വാട്ടർ സപ്ലൈ വരും, അവിടെ നിന്ന് പറയാനായിട്ട് ഇത് മുട്ടിടിക്കും, വാട്ടർ സപ്ലൈ വരും. ആ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് മുട്ടിടിക്കും. ഇപ്പൊ MV ജയരാജൻ എങ്ങനെയാണ് പിണറായി വിജയൻ ഇപ്പൊ ഇത്രയും അഭിമതനായത് എന്ന് ചോദിച്ചാൽ, നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവും ആ മരണത്തിലെ ദുരൂഹതയും നിലനിൽക്കെ ആ പറയുന്ന മനുഷ്യന്റെ ബോഡിയും കൊണ്ട് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഉദ്യമം കണ്ണൂരില് CPM-കാര് ഈ പറയുന്ന MV ജയരാജനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, പോസ്റ്റ്മോർട്ടം ചെയ്താൽ അതിന്റെ കള്ളങ്ങൾ മൊത്തം പുറത്തു പോകും, വീട്ടിൽ പോവുക, എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കുക, നിങ്ങൾ തിരിച്ചു വരിക. ആ ദൗത്യം MV ജയരാജൻ ചെയ്തു. ആ ദൗത്യം ചെയ്തതിന്റെ ബാക്കി പത്രമായി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായി വീണ്ടും അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറിയായി ഇപ്പോൾ പല സീനിയർ നേതാക്കളെയും മറികടന്ന് CC-യിൽ അംഗവുമാക്കി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പി ജയരാജനെ തള്ളി പറയേണ്ടി വരും, പിണറായി വിജയനെ സ്തുതി പാടേണ്ടി വരും. അതായത് CPM-ന് കാലാകാലങ്ങളിലായി ആരൊക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രവയിൽ നിൽക്കുന്നോ അവരുടെയൊക്കെ വാലാട്ടി പട്ടികളായിട്ടാണ് പാർട്ടിയിലെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തകരും ഈ കമ്മിറ്റി അംഗങ്ങളും പോകുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.